ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു. രാവിലെ തന്നെ പെരുമഴ തോർന്നിട്ടില്ല. ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു കുക്കർ ബിരിയാണി തട്ടിക്കൂട്ടാന്ന് കരുതി. അതിന് വേണ്ടത് സവാള ചെറുതായിട്ടോ നീളത്തിനോ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു തക്കാളി, 2 പച്ചമുളകും, പിന്നെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ബിരിയാണി മസാലയും കൂടെ. അത് കഴിഞ്ഞ് നമ്മുടെ അലവലത്തെ സാധനങ്ങളുണ്ടല്ലോ, ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം, ഏലയ്ക്ക, അങ്ങനെ. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് നെയ്യും ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ അലുവലത്തെ സാധനങ്ങളില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാളയും വഴറ്റണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കഴുകിയെടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് തക്കാളി, പിന്നെ ഉപ്പ് ഓൾറെഡി ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആലോചിച്ചിട്ട് വേണം ഇടാൻ. ഇല്ലെങ്കിൽ പിന്നെ ഉപ്പ് കൂടുതലിട്ട് കഴിക്കേണ്ടി വരും. ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി ലേശം തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതും ഇളക്കിയിട്ട് കഴുകി വെച്ചിരുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം ചേർക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ട് ബാക്കി പകുതി ഇരുന്ന് ഞാൻ തന്നെ അങ്ങ് കഴിച്ചു. ടേസ്റ്റ് ബഡ്സൊക്കെ ആക്റ്റീവാണോ നോക്കിയതാണ് കേട്ടോ. ഒരു സംശയവും വേണ്ട, ആക്റ്റീവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ. തുറക്കുമ്പോൾ മക്കളെ ആവി പറക്കുന്ന നല്ല അടിപൊളി ബിരിയാണി റെഡിയായിരിക്കും. കറക്റ്റ് പാകം. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ബിരിയാണി വയ്ക്കുന്നത് കേട്ടോ. എല്ലാത്തിനും കറക്റ്റ് വേവായിരുന്നു. പിന്നെ ഒന്നും നോക്കണ്ട, വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുകയായിരുന്നു. സാലഡ് ഉണ്ടാക്കണം കേട്ടോ, അത് മസ്റ്റാണ്. കാരണം ഈ ഒരു ബിരിയാണിയുടെ കൂടെ സാലഡ് ഉണ്ടാകില്ലേ ഒരു ഗുമ്മുള്ളൂ. പിന്നെ ഇതാ ഈ ഡേറ്റ്സിൻ്റെ പിക്കിള്, ഇത് ബിരിയാണിയിലൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം കൂടെ പാത്രത്തിൽ അങ്ങോട്ട് വിളമ്പിയിട്ട് എല്ലാം കൂടെ കുഴച്ചൊരു പിടി പിടിക്കണം. വാവായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതുപോലെ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോട്ടെ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. സൂപ്പറായിരുന്നു. അടിപൊളി മണവും ഒരു പെർഫെക്റ്റ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് CBSE സ്പൂൺ വെച്ചേ കഴിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ദ ബൈ.